Hello friends, welcome to Riya's Kitchen Vibes. വെജിറ്റേറിയൻ സദ്യ ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും മലയാളിക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നാണ് പപ്പടം. ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് പപ്പടം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ഇവിടെ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചിട്ട് ഇതുപോലെ ഇടഞ്ഞെടുക്കണം. ഏറ്റവും ചെറിയ കണ്ണിയുള്ള അരിപ്പ വേണം ഇതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട്. പൊടിച്ചെടുക്കുന്നതിൽ ഒട്ടും തരി പാടില്ല. തരി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. എത്രയും നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിത് 2 പ്രാവശ്യം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പപ്പടം ഉണ്ടാക്കാനായിട്ട് പപ്പടത്തിന് കാരമുണ്ട്, പക്ഷെ നമ്മളിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പം അപ്പക്കാരം ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിക്കല്ലേ, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇത് അത്ര എളുപ്പമല്ല കുഴച്ചെടുക്കാനായിട്ട്, നല്ല പാടാണ്. കുറച്ച് സമയം എടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോ ഏകദേശം ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പിലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഉഴുന്നിന്റെ അനുസരിച്ച് വെള്ളത്തിന്റെ അളവിലൊക്കെ വ്യത്യാസം വരും. പക്ഷെ ഇത് ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഇത് നന്നായിട്ട് കുഴച്ച് വേണം സോഫ്റ്റ് ആക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. നല്ലെണ്ണ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ നല്ലത് നല്ലെണ്ണ തന്നെയാണ്. കൈകൊണ്ട് കുഴച്ചെടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ഇടിയുരലോ അല്ലെങ്കിൽ ചപ്പാത്തി റോളറോ വല്ലോ ഉപയോഗിച്ച് വേണം ഇതൊന്ന് ഇടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ മാവ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേ ഭാഗം ഞാൻ ഇടിക്കുന്നുണ്ട്, കുറച്ച് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെ ഒരുമിച്ച് തന്നെത്താൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ ഇടിച്ചാൽ മാത്രമേ ഇത് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. മാവ് കുഴച്ചെടുക്കുന്നതിനിടയ്ക്ക് ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മൊത്തം ഇതിൽ 3.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മാവ് ഇതുപോലെ നീളത്തില് കട്ടി കുറച്ച് ആക്കിയെടുക്കാം. സോഫ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ എല്ലാം ആ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് പരത്തി എടുക്കാനൊക്കെ പാടായിരിക്കും. ഇനി ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. കത്തിയെ നല്ലെണ്ണ പുരട്ടിയിട്ട് വേണം മുറിക്കാന്. ഈ ഒരു വലുപ്പത്തില് എല്ലാം മുറിച്ചെടുക്കാം. ഇതിന്റെ പുറത്തും വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണ തേച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ചപ്പാത്തി പലകയിൽ ഞാൻ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മൈദയൊന്നും വേണ്ട. കൂടുതൽ മൈദ ആയാൽ പപ്പടം ചുവന്നു പോവും. ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം.
വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ ഷേപ്പിലൊന്നും കാര്യമില്ല. അത്യാവശ്യം ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. പക്ഷെ അധികം കട്ടി പാടില്ല, തീരെ കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ആദ്യത്തെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ പരത്താം. ഈ ഒരു ഷേപ്പൊക്കെ മതി കേട്ടോ. പരത്തുന്ന പപ്പടം അപ്പോൾ തന്നെ ഒരു പേപ്പറിലോട്ട് നിരത്തിയിട്ട് കൊടുക്കണേ. ഇനി നിങ്ങൾ പരത്തിയിട്ട് തീരെ ഷേപ്പ് ശരിയാവുന്നില്ലെങ്കിൽ ഇതുപോലത്തെ അടപ്പൊക്കെ കാണുമല്ലോ, കുപ്പിയുടെ അടപ്പൊക്കെ എടുത്ത് ഇതുപോലെ ഷേപ്പിലങ്ങ് മുറിച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ എല്ലാ ഉരുളകളും പരത്തിയെടുക്കാം. പപ്പടം എല്ലാം പരത്തിയിട്ട് ഒരു പേപ്പറിൽ നിരത്തിയിട്ട് ഒന്നൊന്നേ തൊടാതെ നമുക്കിത് ഉണക്കിയെടുക്കാം. റൂമിനുള്ളിലാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെച്ചു കൊടുത്താൽ മതിയാവും. ഇനി വെയിലത്താണെങ്കിൽ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. 2 വശവും തിരിച്ചിടണം. കൂടുതൽ ഉണങ്ങരുത്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പപ്പടം പൊങ്ങി വരാനായിട്ട് പാടാണ്. ഒരു മയം വേണം പപ്പടത്തിന്. ആ ഒരു രീതിക്ക് ഉണക്കിയെടുക്കണം. ഇനി ഈ പപ്പടം വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പപ്പടം ഇട്ട് കൊടുക്കാം. ആദ്യത്തെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത പപ്പടവും കൂടെ വറുത്തെടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പപ്പടത്തിന് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാ പപ്പടവും നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇച്ചിരി പണി കൂടുതലുണ്ടെന്നേ ഉള്ളൂ, കുഴച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. അതാരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. 1 കപ്പ് ഉഴുന്നിന് 40 പപ്പടം വരെ കിട്ടുന്നുണ്ട്. വറുത്ത് കഴിഞ്ഞ് ബാക്കി പപ്പടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെ ലേശം നെയ്യൊക്കെ ഒഴിച്ച് ഈ പപ്പടം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്ത് നോക്കൂ, അവർ കഴിക്കും. പിന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന പപ്പടം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവും നിയന്ത്രിക്കാൻ പറ്റും. അപ്പം പ്രഷറൊക്കെ ഉള്ളവർക്കും ധൈര്യമായിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.